ഹലോ, നമസ്കാരം. നമ്മുടെ കഥ ഇന്ന് തുടരുന്നു. നമ്മുടെ ടൈമൊന്ന് ചേഞ്ചാക്കി ഇനിയെന്നും ഈ ടൈമിലാണ് ഉണ്ടാവുക. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കണം. അങ്ങനെ ചിന്നിൻ്റെ മാലാക പെണ്ണിൻ്റെ കഥ തുടരുന്നു. അങ്ങനെ നമ്മുടെ ജിന്നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഫോൺ വിളിച്ചു. അവനോട് പറഞ്ഞു ഒരു ഫയൽ കൊണ്ടുവരാൻ. ഇത്രയും ദിവസം അവനിവിടെ ഉണ്ടായിരുന്നില്ല. അവൻ പുറത്തായിരുന്നു, ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഓഫീസിൽ അവനെ കാണാഞ്ഞത്. അവൾ ഫയലുമായി വന്നപ്പോൾ അവൻ അവളെ കണ്ടു. മാലാക പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ ഇവൾ എന്ത് സുന്ദരിയാ, വെറുതെ അല്ല ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇവൻക്ക് തോന്നിയില്ലെങ്കിൽ അത്ഭുതം. അവളുടെ ചിരി തന്നെ മതി അവൻ വീഴാൻ എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് നടന്ന് വന്ന് അവിടെ ഇരുന്നു. അപ്പോൾ ജിന്നും കൽപ്പൻ ചെക്കനായിട്ട് സംസാരിക്കുകയായിരുന്നു ഫ്രണ്ട്. അപ്പോഴാണ് റസിയ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഷാജഹാനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു സ്പാർക്കൊക്കെ വന്നു. രണ്ടുപേർക്കും വന്നു. പക്ഷെ മുതലാളിയുടെ അനിയത്തിയാണല്ലോ, അതുകൊണ്ട് അതുമാത്രമല്ല പിന്നെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പോകണ്ടെന്ന് കുട്ടി കരുതി. പക്ഷെ പെണ്ണ് വിടുവോ? പെണ്ണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കുക തുടങ്ങി. കാണാൻ നല്ല ചുള്ളനാ, ലൈറ്റ് താടി, സ്ട്രൈറ്റ് മുടി, നല്ല വെള്ളാരം കണ്ണുകൾ പോലെയുള്ള കണ്ണ്. എന്തിന് പറയണം, കണ്ണിൽ നോക്കിയാൽ തന്നെ വല്ലാത്തൊരു ഫീലാ. ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് അവനോട്. പല പ്രാവശ്യം കണ്ടെങ്കിലും കൂടിയിട്ട് അവൾ ഒന്നും സംസാരിച്ചില്ല ഇതുവരെ. പെണ്ണ് നല്ല വാഴുന്നോട്ടാന്ന് ചെക്കൻക്ക് മനസ്സിലായി. പക്ഷെ ചെക്കൻ ആ ഭാഗത്തേക്കൊന്നും നോക്കാതെ ഇരുന്നു. പക്ഷെ ചെക്കൻ്റെ കണ്ണുകളും ഇടയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഷാജഹാനല്ലേ ആള്, ഏലം ഇടയ്ക്കൊക്കെ നോക്കിക്കൊണ്ടേ ഇരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ വേറെ തമാശ എന്ന് പറഞ്ഞത് നമ്മുടെ നസീമ ഉമ്മാൻ്റെ പേരും കമികയുടെ പേരും എന്ന് പറഞ്ഞല്ലോ. അതിമൊന്ന് പിടിച്ച് കയറാം എന്ന് വിചാരിച്ച് അവൾ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവൾ നൈസായിട്ട് അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവൻ കൊടുന്ന ഫയല് നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഷാജഹാൻ പറഞ്ഞു, എടാ അവൾ നിന്നെ നോക്കുന്നുണ്ട്, നീ ഒന്ന് നോക്കടാ, ഒന്നും മിണ്ടാതിരിക്കടാ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇടയ്ക്ക് അവൻ്റെ കണ്ണുകൾ പോകുന്നുണ്ടായിരുന്നു. അവൾ നോക്കുന്നുണ്ടോ എന്നറിയാൻ അവൻ്റെ ഉള്ളിലും ഒരു ആവശ്യമായി. അങ്ങനെ കാണാത്ത പോലെ ഇരുന്നു അവൻ. ഇവൾക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ, എന്തിന് പറയണം. അവൾ മനസ്സിൽ ഉറപ്പിച്ചു, ഇവൻ്റെ മസിൽ ഞാൻ എന്തായാലും ഇളക്കി എടുക്കും. എടാ കാലിപ്പ, നിന്റെ കാലിപ്പൊക്കെ ഞാൻ മാറ്റിത്തരാടാ എന്നൊക്കെ പറഞ്ഞു. ഒന്നും പറയണ്ട, ഇവൾക്ക് പോവാൻ സമയമായി. എല്ലാം കഴിഞ്ഞു, ഇന്നത്തെ ജോലിയെല്ലാം തീർന്നു, ഇനി പോവാനായില്ലേ എന്ന് ചിന്നിൻ്റെ ഉമ്മ ചോദിച്ചു. ആ ഉമ്മ, പോവാനായി, ടൈമായി തുടങ്ങുന്നു, ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിക്കോ മോള്. ആ ശരി ഉമ്മ, അതിന് ബോസിനോട് ചോദിക്കണം. ഓക്കെ. അപ്പോൾ ഉമ്മ പറഞ്ഞു, ആ മോളെ ശരി, എന്നാ ഒന്ന് ചോദിച്ചേക്ക്, ഇനി അവൻ്റെ കലിപ്പ് കാണിക്കണ്ട. അങ്ങനെ ചോദിച്ചു ഇറങ്ങാൻ പോവുകയായിരുന്നു. ആ സമയത്ത് റസിയ
വന്നിട്ട് ഇത്താത്ത നാളെയും നേരത്തെ വരുമോ? ആ മോളു, നാളെയും നേരത്തെ വരാം. നാളെ ഇനി ഇങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് വാ ഇത്താത്ത. ഞമ്മക്ക് രണ്ടുപേർക്കും കമ്പനി അടിച്ചിരിക്കാലോ കുറച്ച് നേരം. എനിക്കിവിടെ മൊത്തത്തിൽ ബോറടിയാണ്. ആരുമില്ല എന്നോട് സംസാരിക്കാനും കൂട്ടുകൂടാനും ഒന്നും. ഇത്താത്ത വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെയൊക്കെ പറഞ്ഞു അവൾ അവിടുന്ന് പോവാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയ സമയം അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് വന്നത് ഇന്ന്, പെട്ടെന്ന് വരാൻ വേണ്ടി. ഒന്നും പറയണ്ട, പോകുന്ന പോക്കിൽ ഒരു ആക്സിഡന്റ് പറ്റി. ചെറുതായി ഒന്ന് വീണു പെണ്ണ്. കൈയിൻ്റെ മുട്ട് പൊട്ടി, നെറ്റത്തും പൊട്ടി. ഒന്നും പറയണ്ട, എന്തിനു പറയണം, കഷ്ടകാലം.